ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോൾട്ട് ആൻഡ് പെപ്പർ ഫാമിലി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊന്നുമല്ല, ഞങ്ങളുടെ അടുത്ത് ബ്രിസ്റ്റോളിൽ ഒരു ഗ്രാൻഡ് കേരള റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് വീഡിയോസും റീൽസൊക്കെ കണ്ടായിരുന്നു. ഫുഡെല്ലാം അടിപൊളിയെന്നാണ് കേട്ടത്. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് എല്ലാവർക്കും കുറച്ചൊരിക്കൽ ഡേ ഓഫ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോൾ ഇവർക്ക് ഹോളിഡേ ഉണ്ടോ? എനിക്ക് ഓഫാണ്. അപ്പം ഞങ്ങൾ ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. നല്ല മഴയും കാറ്റൊക്കെ ഉണ്ടോ, പക്ഷെ നമ്മൾ എന്നാലും വിട്ടുകൊടുക്കൂല, തളരൂല. ഞങ്ങൾ എന്നാലും ഞങ്ങൾ പോകും. അപ്പം ഞങ്ങൾ ഇപ്പം അങ്ങോട്ട് പോകാൻ വേണ്ടി പോണേ. ഞങ്ങൾ കുറച്ച് പേര് അധികം പേരുണ്ട്. അപ്പം ഞങ്ങൾ 2 കാറിലായിട്ടാണ് പോണത്. ഇവർ 3 പേരും ഈ കാറിൽ, ഞാനും നിധിയും ജസ്റ്റിനും ഉണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ബേബിയും ആ കാറിൽ. അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാം. അപ്പൊ നിധിയും ജസ്റ്റിനും ഞാനും പിന്നെ എൻ്റെ ഹേഗ് ബേബിയും ഞങ്ങൾ 3 പേരുമാണ് ഈ കാറിൽ പോണത്. പണ്ടത്തെ യൂട്യൂബിലൊരു പുലിയായിരുന്നു കേട്ടോ. ആ ഫേസ് ഒന്ന് കാണിക്കാവോ? ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു 2 മണിക്കൂർ ഡ്രൈവ് ഉണ്ട് കേട്ടോ ബ്രിസ്റ്റോളിലേക്ക്. സമയം 5 മണി ആയിട്ടുള്ളൂ, പക്ഷെ ഇരുട്ടി നല്ലതുപോലെ. അങ്ങനെ 2 മണിക്കൂറത്തെ നീണ്ട യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഫൈനലി ബ്രിസ്റ്റോളിൽ ഗ്രാൻഡ് കേരള റെസ്റ്റോറൻറ്റിൽ എത്തിയേക്കണേണ്. റെസ്റ്റോറൻറ്റിനുള്ളിലേക്ക് ഞങ്ങൾ കയറിയിട്ടില്ല, നല്ല മഴ. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണാം. അങ്ങനെ ഞങ്ങൾ ഫൈനലി റെസ്റ്റോറൻറ്റ് ഉള്ളിൽ കയറി. ഇപ്പം എല്ലാവരും മെനു നോക്കിക്കൊണ്ടിരിക്കണേ, എന്തൊക്കെ ഓർഡർ ചെയ്യണം എന്ന് അറിയാണ്ട്. എല്ലാവരും ഒരേ സാധനം ഓർഡർ ചെയ്യണം, അല്ലെങ്കിൽ വെറൈറ്റിയാ? ഡിഫറെൻറ്റ് ഐറ്റംസ് ആണോ? ഞാൻ ചട്ടിച്ചോറ്, കുറെ നാളെ ചട്ടിച്ചോറ് കഴിക്കണമെന്ന് ആഗ്രഹം. ചിക്കൻ ബിരിയാണി. നീ എന്താ മെല്ലി പറയാൻ പോണോ? ഹൈഗു ബേബി, ഹൈഗുന് എന്ത് വേണം? അത്ഭുത കോഴി മതി. അത്ഭുത കോഴിക്കുന്ന 4 കാലം. സിഗ്നേച്ചർ ഡിഷ് ഉണ്ട്. അത് കിട്ടുമോ? ഇവിടെ ഭയങ്കര കൺഫ്യൂഷനാണ്. എന്ത് കുറേ മെനുവിൽ കുറേ ഐറ്റംസ് കണ്ടപ്പോ ഷോക്കായി പോയി. എന്ത് ഓർഡർ ചെയ്യണമെന്ന് പിടിയിട്ടാണോ? അത് സെപ്പറേറ്റ് തിരമാലയിൽ കിട്ടുമോ? ബീഫ് തിരമാലയിൽ അതുണ്ട്. പിന്നെ മട്ടൻ ബിരിയാണി, ഒരു മട്ടൻ ബിരിയാണി. ഇപ്പൊ ടോട്ടൽ എത്ര? 6 കല്യാണ ചട്ടിച്ചോറ്, കൊത്തി പൊറോട്ട ബീഫ്, സ്പെഷ്യൽ ചട്ടിച്ചോറ്, ചില്ലി പൊറോട്ട ബീഫ്, സാൽക്കപ്പ ഫിഷ്, മട്ടൻ ബിരിയാണി. അത് കൂടാതെ മറ്റേ സ്പെഷ്യൽ ചിക്കൻ തിരമാലയും ഒരു ബീഫ്. ചിക്കൻ നൂഡിൽസ്. അപ്പൊ നമ്മങ്ങനെ ഫൈനലി എല്ലാം ഓർഡർ ചെയ്ത് മെനുവിൽ കുറെ ഐറ്റംസ്. ഒരു നിമിഷം നമ്മൾ നാട്ടിലെത്തി ഒരു ഫീൽ ആയി പോയല്ലേ? അതെ. പിന്നെ അങ്ങ് ഓർഡർ ചെയ്ത് എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു സ്പെഷ്യൽ ചട്ടിച്ചോറാണ് പറഞ്ഞേക്കണത്. നീ എന്താ പറഞ്ഞേക്കണം? കൊത്തു പൊറോട്ട. ചേച്ചി ചട്ടിച്ചോറ്. നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞേക്കണത്? ചിക്കൻ തിരമാല, ചിക്കൻ തിരമാലയും ബീഫ് തിരമാലയും ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റമാണ്. അപ്പൊ ഞങ്ങൾ അത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അവിടെ കൺഫ്യൂഷനാണ് ഗൈസ്. ഒരാള് പാൽക്കപ്പയും ഒരാള് ഒരാള് പാൽക്കപ്പയും ഒരാള് മട്ടൻ ബിരിയാണി. നീ എന്താ പറയണത്? പൊറോട്ടയും ബീഫോ? കിഴി പൊറോട്ട. അപ്പൊ ഇനി ഫുഡ് വന്നിട്ട് കാണാം നമുക്ക്.
ഗൈസ്, ഈ പിള്ളേർ ഇവിടെ വന്നിട്ട് ഭയങ്കര ലംബാണ് കേട്ടാ. അതിനെക്കാട്ടും മെച്യൂരിറ്റി കാണിക്കാൻ നോക്കിട്ട് നടക്കുന്നില്ല. ഏതാണ്ട് വീട്ടിലിരിക്കണ അതിലെല്ലാത്തിനും ഇരിപ്പ് നോക്കിക്ക്. ഗൈസ്, ഈ യങ് ബ്യൂട്ടി കോൺഷ്യസ് ഉള്ള കുട്ടീനെ നിങ്ങൾ കാണാണ്ട് പോരുത്. ഒന്ന് കാണിക്കാവോ ആൾക്കാരെ ട്യൂട്ടോറിയൽ എങ്ങനെ ലിപ് ബാം ഇടുന്നത്? പെർഫെക്ഷൻ കണ്ടില്ലേ? ആരാണ് നിന്റെ റോൾ മോഡൽ? ചാച്ച എന്ത് ചാച്ച എന്തിയെ? ഷിറ്റ് പോയിട്ടോ. ഷിറ്റ് പോയിട്ടാ. ഷിറ്റ് പോയിട്ട് ആൾക്കാരെ തെറ്റിദ്ധരിക്കരുത്. വർക്കിന് പോയെന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ആക്ച്വലി ചേട്ടൻ എവിടെയാണ്? നാട്ടിൽ പോയേക്കണേണ്. അച്ചാച്ചൻ ഇല്ലാത്ത വിഷമത്തിൽ കരയുന്ന മെലനി. ചിരിക്കു വന്നേ ഉള്ളൂ ഉള്ളി. ചോദിച്ചായിരുന്നു അന്നൊരു അടിയിട്ട് എന്റെ അമ്മ പാടിവിടെ സുഖമാണ് അപ്പാട് പെട്ടെന്ന് ഒരു ഭംഗിയില്ല. ഇത് പൊളിക്കണോ ഇപ്പോ? അല്ല റൈസിന്റെ പോലെ ഇത് ചിക്കൻ തിരമാല. ചേച്ചി ട്രൈ ചെയ്യൂ. അത്ര അങ്ങോട്ട് പോരാ, കുഴപ്പമില്ല. റൈസിനൊപ്പം നിങ്ങളാ കൊള്ളാം, എന്റെ കൊള്ളാം, കുഴപ്പമില്ല. റൈസിന്റെ കൂടെ പടക്കണം വിളക്കാൻ പാടില്ല ഇപ്പൊ. ഗൈസ്, ഇത് കല്യാണ സ്പെഷ്യൽ ചട്ടിച്ചോറാണ്. ഇത് മെയിനായിട്ട് വന്നത് ഗീ റൈസും ബീഫ് കറിയല്ലേ, ബീഫ് കറിയും ചിക്കൻ ഫ്രൈയും. ഇത് ബീഫ് തിരമാല, മട്ടൻ ബിരിയാണി, പാൽക്കപ്പ വിത്ത് ഫിഷ് കറി. ഒരാളവിടെ തീറ്റൽ മത്സരം ആലപിച്ചു. എങ്ങനെയുണ്ട് ചേച്ചി? അടിപൊളി. പൊറോട്ട ഇത് പായസല്ലേ? സൂപ്പറാ, ടേസ്റ്റിയാ. അങ്ങനെ കഴിച്ച് നമ്മുടെ ഓർഡർ ചെയ്ത ഐറ്റംസ് ഒക്കെ എത്തി. ഇത് സ്പെഷ്യൽ ചട്ടിച്ചോറ്, നല്ല അടിപൊളി പാൽക്കപ്പ വിത്ത് ഫിഷ് കറി, മട്ടൻ ബിരിയാണി കഴിച്ച് തീരാറായി ഗൈസ്. നല്ല അടിപൊളി ബീഫ് തിരമാല, അതുപോലെ തന്നെ ചിക്കൻ തിരമാല, പിന്നെ ഒരു കല്യാണ സ്പെഷ്യൽ ചട്ടിച്ചോറ്. കല്യാണ സ്പെഷ്യൽ ചട്ടിച്ചോറിനുള്ളിൽ ഗീ റൈസ് ആണ് വന്നത്. നല്ല ചൂടാണ്ട് ഗൈസ്. നല്ല അടിപൊളി മീൻചാറ്. എന്റെ ഉണ്ടായിരുന്നു. ആൾക്കാരെ ഞാൻ കഴിച്ചു. അയ്യോ കേസിനകത്ത് വെളുത്തുള്ളി. ചേട്ടാ ഈ മുട്ട പൊട്ടിയതാ, മാറ്റി തരാൻ പറ്റുമോ? ചേച്ചിക്ക് ഈ വാഴല മതി. എടുത്ത് അങ്ങോട്ട് വായിലോട്ട് വെക്കൂ. അയ്യേ, മതി മതി മതി. ചേട്ടൻ അടിക്കും. ഒന്നും തെറ്റിനത് ചില കാര്യങ്ങളൊക്കെ നമ്മൾ റണ്ണൗട്ട്
ചെയ്യണം. എനിക്ക് റൈസ് അധികം ഞാൻ വീട്ടിൽ നിന്ന് നമ്മൾ പോർക്കും പൊറാത്ത കൂടി കഴിക്കാൻ വരും. ചിക്കൻ ലോളിപോപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊന്നും വീഡിയോ ചോറിനൊന്നും തരണ്ടി കഴിക്കാം. ഞാനെടുക്കാം 10 സെക്കൻഡ്. ഇതേ ഭയങ്കര ചൂട് ചോറ് ഇറക്കിയാരെയും കളഞ്ഞല്ല. ചട്ടി നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഇരിക്കണത് അതുപോലെയാണോ നമ്മൾ കൊടുക്കേണ്ടത്. എന്റെ എയിം അതാണ് ഇപ്പോൾ. അതുപോലെ മെൽനി ജ്യൂസിൽ എങ്ങനെയാണോ പ്ലേറ്റ് കിട്ടിയത് എങ്ങനെയുണ്ട് ഫുഡ്? സൂപ്പർ. ഓക്കെ. എനിക്ക് പാൽക്കപ്പ ഇഷ്ടം. അടിപൊളി ഗൈസ്. അങ്ങനെ നെക്സ്റ്റ് പ്ലേറ്റ് പാൽക്കപ്പ ട്രൈ ചെയ്യാനുള്ള നോക്കിയാണ് നമ്മ. വെയിറ്റ് കഴിവാണ്. എനിക്ക് അടുത്ത ഐസ്ക്രീം സ്പൂണൊക്കെ നമുക്ക് ആവശ്യമില്ല. വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് പോർക്കറിയും പറാത്തയും. ഞങ്ങള് ഇന്ന് കഴിച്ച കാര്യം ചോദിച്ചിരുന്നല്ലേ? അല്ല ഇന്ന് വെച്ചാൽ ഉച്ചക്ക് പ്രാവശ്യം വേണോ ഞാൻ ഐ ഹാവ് ഉണ്ടല്ലേ? ടേസ്റ്റ് കൊണ്ട് പൈസ പാലിന് പൈസ പാലിന്റെ ചോറി പാലിന്റെ ചോറി ഉണ്ടാവും. ഞങ്ങൾ എടുത്തോളൂ. ഗൈസ് എന്റെ പായസം കട്ടുപിടിക്കുന്നു. അങ്ങനെ ആദ്യത്തെ ആ ഒരു സെക്ഷൻ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാം കാലിയായി. ഇനി ഞങ്ങൾ ഷെയ്ക്കിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ഇപ്പോഴും ഷെയ്ക്കിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ കൊച്ചു കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ്. വയറ് നിറഞ്ഞിട്ടുള്ള നിരാശ. കമ്മം അടിക്കുമ്പോഴൊക്കെ അല്ല ബാക്കി വെച്ചിട്ടുണ്ട്. ഓ ഒരു തിരി മട്ടൻ ബിരിയാണി മാത്രം ബാക്കി ഒന്നും ബാക്കി കണ്ടില്ലേ. എല്ലാം കാലിയാണ്. കാലിയാക്കിയ ആള് വീഡിയോ എടുക്കുന്ന ആള്. ഓ താങ്കളൊന്നും കഴിച്ചില്ല. യമ്മിയാണോ ഇങ്ങോട്ട് നോക്കി. ഇതിലാണോ യമ്മിയാണോ എന്ന് പറഞ്ഞു. ഇഷ്ടപ്പെട്ടോ? അവനെ സ്ട്രോയാണ് ഇഷ്ടം. സ്ട്രോ തട്ടിക്കാണ് നല്ല കളർ. അവൻ മുട്ടാന്ന് വിചാരിച്ചാണ് സ്വീറ്റ്. പാവ കൊച്ചിന്റെ ഐസ്ക്രീം പോലും വെറുതെ വിടൂല. ഓ അത് തീർന്നടാ. നിന്റെ കോക്കനട്ട് ഷേക്ക് അടിക്കണ സൗണ്ട് കേൾക്കണ ഇതവിടെ സൗണ്ടാണ് കേൾക്കുന്നത്. ഞാൻ വെയിറ്റ് ചെയ്തിരിക്കും. ലൈമാ പിന്നെ ഫ്രഷ് ലൈം അടിക്കുമ്പോൾ ആയിട്ട് വീണാൽ മതി. മമ്മ എടുക്കാം അവിടെ ഇരിക്കും. എന്തിനാണ് ശരിക്കും പറഞ്ഞാൽ ഫ്രഷ് ലൈം എന്ന് പറയണത്? കൈ വെച്ച് പിടിക്കുന്നതിനാണ് അല്ലെങ്കിൽ മിക്സിലിട്ട് അടിക്കുന്നതിനാണ്? മിക്സിൽ അടിക്കുന്നതിന് ഫ്രഷ് ലൈം എന്ന് പറയുന്നത്. എങ്ങനെ എടുക്കും കൈ കൊണ്ട്. അങ്ങനെ കാത്തിരുന്ന് ഒടുവിൽ മെലനിയുടെ കോക്കനട്ട് ഷേക്ക് എത്തിയിരിക്കുകയാണ്. എങ്ങനെയുണ്ട് മെലനി? വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്യും കേട്ടോ. ഇയാൾക്ക് വേണ്ടേ?
ഗൈസ് പാവങ്ങള് 2 മാടപ്രാവുകൾ കുറെ നേരം 2 ഫ്രഷ് ലൈമിന് വേണ്ടി വെച്ച് നിൽക്കണത്. ഇടയ്ക്ക് മൈൻഡ് ചെയ്തിട്ട് കേട്ടോ സൈഡിൽ നിന്ന് ഒരാളെ വലിക്കുന്നു ഗൈസ് വലിക്കുന്നു. ഇതൊന്നും ആ കൊച്ചു കാണുന്നില്ലല്ലോ. ഇങ്ങോട്ട് നോക്കൂ ജസ്റ്റ്. എന്ത് പറ്റി മുഖത്തൊരു സന്തോഷം? അപവാദം മനുഷ്യമായിട്ട് ജീവിക്കുന്നതിനെ കുറിച്ച് അപവാദങ്ങൾ എക്സ്പ്രഷൻ. അങ്ങനെ ഫൈനലി ആ ലൈവ് എത്തിയിരിക്കുകയാണ്. അതെ അതെ അതായിരിക്കും ചേച്ചി. എടാ എങ്ങനെയുണ്ട്? Guys, finally we got the bill. അങ്ങനെ ഫൈനലി ഞങ്ങൾ വാഷ്റൂമിൽ എത്തിയിരിക്കുകയാണ്. ഇത് കൂടി കാണിച്ചേക്കാന്ന് വിചാരിച്ചു. ഓക്കെ, നല്ല വലിയ കണ്ണാടി കൊള്ളാല്ലേ? അതൊന്നും കാണിക്കണ്ട. താങ്ക് യു സോ മച്ച്. ബൈ 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 ഗൈസ്. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച റെസ്റ്റോറൻറ്റിൽ ഇറങ്ങി. നല്ല അടിപൊളി ഫുഡായിരുന്നു. അങ്ങനെ മോശം പറയാനൊന്നും ഇല്ല. ഏറ്റവും കൂടുതൽ അടിപൊളിയായിട്ടുള്ള ഐറ്റം പാൽക്കപ്പായിരുന്നു വിത്ത് ഫിഷ് കറി. അടിപൊളിയായിരുന്നു. പിന്നെ ഓരോ ഷേക്ക് അടിപൊളിയായിരുന്നു. പിന്നെ ചിക്കൻ തിരമാല, ബീഫ് തിരമാല അവരുടെ സ്പെഷ്യൽ ഐറ്റം ഉണ്ട്. പൊറോട്ട സൂപ്പർ ആയിരുന്നു. കൊത്തു പൊറോട്ട സൂപ്പർ ആയിരുന്നു. അതെ, യമ്മി ആയിരുന്നു. അപ്പൊ ബ്രിസ്റ്റോളുള്ള ആൾക്കാരാണെങ്കിലും വേറെ എവിടെയെങ്കിലും ഉള്ള ആൾക്കാരാണെങ്കിലും വന്ന് മസ്റ്റായിട്ടും ട്രൈ ചെയ്യുന്ന ഐറ്റം ആണ് പാൽക്കപ്പ ആൻഡ് ഫിഷ് കറി ആൻഡ് ബീഫ് തിരമാല ആൻഡ് ചിക്കൻ തിരമാല. കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് ഫുഡ് കിട്ടും. കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്ന്. ഷേക്ക് ഐറ്റംസ് കുറച്ചു നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. ഓരോന്നോരോന്നായിട്ടാണ് ഞങ്ങൾക്ക് വന്നത്. പിന്നെ അങ്ങനെ വേറെ മോശം അഭിപ്രായം കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെന്താണ്, അപ്പൊ എല്ലാവരും വന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്യാം. നല്ല ആംബിയൻസ് ആയിരുന്നു. നല്ല ആംബിയൻസ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സ് ആയിട്ട് വന്ന കാരണം ആ ഒരു വൈബും കൂടെ ഉണ്ടായിരുന്നു അവിടെ. ചിരിയും കളിയും ബഹളമൊക്കെ ആയിരുന്നു. പിന്നെ അപ്പൊ എല്ലാവരും അവിടെ സെർവ് ചെയ്തിരുന്നവരൊക്കെ അടിപൊളിയായിരുന്നു. അതെ അതെ, സ്റ്റാഫും എല്ലാവരും അടിപൊളിയായിരുന്നു. ഇപ്പൊ ഇനി വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. നല്ല മഴ പൊടിയുന്നുണ്ട്. ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോണേണ്. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പൊ ഈ വീഡിയോയുടെ ഞങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യണേണ്. അപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.